നമ്മൾ സാധാരണ ആക്കുന്ന പനീർ അതുപോലെ തന്നെ ഇത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ റോസ് പെട്ടി പേരിലിട്ട് നമ്മൾ സാധാരണ ആക്കുന്ന പനീർ പെട്ടിയില്ലേ അത് മുട്ടൻ്റെ പണ്ടം ഇത് വെറൈറ്റി ഇത് വെറും അണ്ടിപ്പരിപ്പും അത് പണ്ടത്തിലാക്കുന്നല്ല ഇനി ഇത് പണ്ടോല ഇത് തരംഗം പൊടി പാറും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൂടെ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചെങ്കിൽ ഒരു വേറെ ലെവല് പനീർ പെട്ടി കേട്ടോ. അപ്പൊ അതില് 4 മുട്ട എടുക്കാം. മുട്ട, മൈദ, ഉപ്പ്, കുറച്ച് വെള്ളം, മുട്ട പൊട്ടിക്കും. അപ്പൊ അതിൽ 4 മുട്ട ഇട്ട് 2 കപ്പ് മൈദ, 2 കപ്പ് 2.5 ഇതിൽ 2.5 ഈ സ്പൂൺ കേട്ടോ. ഈ ഒരു ലെവൽ വരുന്ന സ്പൂണിൻ്റെ അനുസരിച്ചിട്ട് 2.5 മൈദ, കുറച്ച് വെള്ളം, സ്വല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അപ്പോൾ ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര. എന്നിട്ട് അത് അടിയാം. എന്നിട്ട് അത് തയ്യാറായിട്ടുണ്ട്. അത് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് വെച്ച് ഈ ഒരു രൂപത്തിൽ മിക്സ് ആണ് കേട്ടോ. ഇതമ്മോ ആ പനീറിൽ മറ്റേ ആ പെട്ടിയിൽ ഫില്ല് ചെയ്യുന്ന ഒരു ഐറ്റം ആക്കണ്ടേ, അതാക്കാൻ പോന്നു കേട്ടോ. ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. അതാക്കുന്ന സമയത്ത് അപ്പൊ അതില് ഒരു 3 എത്ര സ്പൂൺ ഇടണം? ഒരു 3 സ്പൂണ് പശു നെയ്യ് ഇടണം. വേറൊരു പാത്രം ഇപ്പുറം വെക്കണം. കാ ഗ്ലാസ് പഞ്ചസാര അതിലേക്ക് അതിൽ സിറപ്പാക്കാൻ വേണ്ടി കേട്ടാ. പാനി സിറപ്പ്, വെള്ള സിറപ്പ്. അപ്പൊ അതിൽ 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതിവിടെ തളിച്ചിട്ട് സെറ്റ്. അപ്പൊ ഇത് കഴിയുമ്പോ അത് മറ്റേ സിറപ്പാവും ചെയ്യും. എന്നിട്ട് അതിലേക്ക് എന്തെങ്കിലും ഉണ്ട്, കിസ്മിസും അണ്ടിപ്പരിപ്പും കുറട്ടിയും. എന്നിട്ട് ഇതിലേക്ക് മറ്റേ ഈ പഞ്ചാര സിറപ്പില്ലേ, അതിലേക്ക് ഒരു ഏലക്കായ ഇടണം കേട്ടോ. തോടോടെ ഒന്ന് പൊടിച്ചു വേണം. ഇതെല്ലാം ആയതിനു ശേഷം അതിന് മുകളിൽ ഒഴിക്കുന്ന ഒരു സിറപ്പാണ് കേട്ടോ. ഇത് പനീർ പെട്ടിന്റെ ഒരു വേറൊരു ലെവൽ തരംഗം. എനിക്ക് വെറുതെയാ. അപ്പൊ റോസ് പെട്ടി ഇത് അടിപൊളി ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സംഭവം സിമ്പിൾ ആൻഡ് ഫാന്റാസ്റ്റിക്. ഇത് ഇതിട്ട പറഞ്ഞില്ല. ഇതാ എന്നിട്ടമ്മോ ദോശ ആക്കാൻ വേണ്ടിട്ട് ഒരു പാൻ ഇവിടെ ചൂടാക്കി വെക്കണം കേട്ടോ. ചൂടായിട്ടാകുമ്പോ അതിലേക്ക് ദോശ വയ്ക്കാം. ഇത് നേരിട്ട് ആക്കണ്ട കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ആക്കണം കേട്ടോ എല്ലാവരും. ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്. അതിന്റെ വേറെ ലെവല്. കുറെ ആളാക്കിയിട്ടുണ്ടാവും, എന്നാൽ കുറെ ആളാക്കിയിട്ടില്ല. ഇത് അപ്പൊ തന്നെ ആവുന്ന കേട്ടോ. 1 മിനിറ്റ് തന്നെ വേണ്ട, അപ്പൊ തന്നെ ഇതാവുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാര സീറടെ ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിൽ പശു നെയ്യ് കുറച്ച് പരട്ടിയിട്ട് അതിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വെച്ച നട്ട്സും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം സിമ്പിൾ ആണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. ഇനി നമുക്കത് കുറച്ച് വലിയ ദോശ ചൂടാം. ആദ്യം ചെറുത്, പിന്നെ കുറച്ച് വലുത്. അല്ല ഇത് പനീർ പൊട്ടി തന്നെയല്ലേ, അല്ല ഇടുന്നത് മാത്രം ചെറിയ വ്യത്യാസം. ഇത് അങ്ങനെ ഇതായിട്ടുണ്ട്.
എന്നിട്ട് അതില് ഈ സാധനം അതിലേക്ക് ഇടാം. കുറച്ചിട്ടാ മതിട്ടാ, കുറച്ചിടണ്ടോ. സംഭവം സിമ്പിളാണ്. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ എന്തിയപ്പോ ഇത്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പക്ഷെ നേരത്തെ നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലേ ആ ചെറുത്, അത് ഇതിലേക്ക് ഇടാം. മടക്ക. ഇതെല്ലാം ബിരുന്നെല്ലാം ആക്കിയിട്ടാകുമ്പോ പെരക്കാക്കിയാൽ മതി. ഇപ്പൊ തിന്നാള് പോയില്ല പിന്നെ വീച്ചിട്ട്. അടിപൊളി സാധനം. എന്നിട്ട് അതിന്റെ 4 ഭാഗത്ത് ഈ രീതിയിൽ മുറിച്ചു കൊടുക്കാം. അതല്ലേ? എന്നിട്ട് അതില് ഈ പഞ്ചാര സീറില്ലേ അത് അതിലേക്ക് ഒഴിക്കാം. പഞ്ചസാര സീർ ഇതന്നെ ഇട്ട സാധനം. ഇത് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് അടിപൊളി സാധനമാണിത്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ ആക്കിയിട്ട് തേറ്റ് പറയണ്ട, നേരെ ഇല്ല പറയട്ടാ. ഞാൻ ഇല്ല പോലെ പറയും. നിനക്കറിയാലോ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. നല്ല മഷാ, നല്ല ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യും, എല്ലാവരും ഉണ്ടാക്കും. അപ്പൊ ഇതെല്ലാവരും ആക്കട്ടെ. അത് ഉമ്മാക്ക് ടേസ്റ്റ് ആണ്, എനക്കും ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. നമ്മൾ സാധാരണ ആക്കുന്ന പനീർ അതുപോലെ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു റോസ് പെട്ടി. ആ പേരിലിട്ട് നമ്മൾ സാധാരണ ആക്കുന്ന പനീർ പെട്ടിയില്ലേ, അത് മുട്ടന്റെ പണ്ടം. ഇത് വെറൈറ്റി. ഇത് വെറും അണ്ടിപ്പരിപ്പും. അത് പണ്ടത്തിലാക്കുന്നല്ലേ. ഇനി ഇത് പണ്ടോലെ, ഇത് തരംഗം പൊടിപ്പാറും.